التمسك بالأثر نجاه. السؤال التاسع والثمانون 89ാമത്തെ ചോദ്യം എന്താണ്? അക്മിലിൽ ഹദീസ്, ഒരു ഹദീസ് നിങ്ങൾ പൂർത്തീകരിക്കൂ എന്നാണ് ചോദ്യം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കലിമത്താനി, രണ്ട് വാക്കുകൾ. അതിൻ്റെ പ്രത്യേകത എന്താ? ഖഫീഫത്താനി അലൽ ലിസാൻ, ആ രണ്ട് വാക്കുകൾ നാവിന് വളരെ എളുപ്പമാണ്. ചില കുറേ പറഞ്ഞാലും നാവിന് പറയാൻ ഒരു പ്രയാസമേ ആവുകയില്ല. ഇത്രയും പറഞ്ഞു നിർത്തി. അതിൻ്റെ ബാക്കി എന്തായാലും ജവാബ് സഖീലത്താനി ഫിൽ മീസാൻ, നാവിന് വളരെ ലഘുവാണെങ്കിലും അത് മീസാനിൽ വളരെ കനമുള്ള വാക്കുകളാണ്. പറയാൻ എളുപ്പമാണെന്നുള്ളത് കൊണ്ട് നിസ്സാരാണെന്ന് കണക്കാക്കണ്ട. മീസാനിൽ ഇതിന് വളരെ കനം തൂങ്ങും. അതുപോലെ തന്നെ ഹബീബത്താനി ഇലർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന് അങ്ങേയറ്റം ഇഷ്ടമുള്ള വാക്കുകളുമാണ്. ഏതാണ് രണ്ട് വാക്കുകൾ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. സുബ്ഹാനല്ലാഹ് എന്നതിൻ്റെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞു. വബിഹംദിഹി എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ അൽഹംദുലില്ലാഹ് പറയുന്ന അതേ അർത്ഥം തന്നെയാണ്. അവനാണ് എല്ലാ ഹംദും, എല്ലാ നല്ല ഗുണങ്ങളും അവനാണ്, എല്ലാ ഖൈറുകളും അവനിലേക്കാണ് ചേർത്തി, ആ ഒരു അർത്ഥമാണ്. അൽഹംദുലില്ലയുടെ അതേ അർത്ഥം തന്നെ. പിന്നെ സുബ്ഹാനല്ലാഹിൽ അസീം, അൽ അസീം അങ്ങേയറ്റം മഹത്വമുള്ളവനായ അള്ളാഹു, അവൻ എല്ലാ ന്യൂനതകളിൽ നിന്നും പരിശുദ്ധനാണ് എന്ന് വീണ്ടും സുബ്ഹാനല്ലാഹ് ആവർത്തിക്കുക. അപ്പോൾ ഈ രണ്ട് വാക്കുകൾ, രണ്ടിലും സുബ്ഹാനല്ലാഹ് തന്നെയാണ്, ഒന്നിൽ അൽഹംദുലില്ലയും വരുന്നുണ്ട്. ഈ രണ്ട് വാക്കുകൾ പറയാൻ വളരെ എളുപ്പവും എന്നാൽ മീസാനിൽ അത് വളരെ കനം തൂങ്ങും. അതുപോലെ തന്നെ റബ്ബിന് ഇത് അങ്ങേയറ്റം ഇഷ്ടവുമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന രണ്ട് വാക്കുകൾ. എന്ന് വെച്ചാൽ നമ്മളിത് പറയുന്നത് എന്തിനാന്ന് വെച്ചാൽ, നമ്മൾ ഇത്തരം വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ പരമാവധി അധികരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പഠിപ്പിച്ചു തരുന്നത്. ഇത്തരം വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ പരമാവധി അധികരിപ്പിക്കുക. അത് അള്ളാഹുവിന് അങ്ങേയറ്റം ഇഷ്ടമുണ്ട്, മീസാനിൽ കനം തൂങ്ങും. അതിനേക്കാളൊക്കെ ഉപരി വേറെയും ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. ഉദാഹരണത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല മലക്കുകൾക്ക് തൃപ്തിപ്പെട്ടു കൊടുത്ത ഒരു ദിക്റാണെന്ത്, ഒരു വാക്കാണ് ഈ വാക്ക്. എന്നുവെച്ചാൽ മലക്കുകൾ എപ്പോഴും റബ്ബിനെ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുകയാണല്ലോ, വാഴ്ത്തിക്കൊണ്ടേയിരിക്കുകയാണ്, എപ്പോഴും ദിക്റുകളിൽ തന്നെയാണ്. അപ്പം ആ മലക്കുകൾ എപ്പോഴും അവർക്കെപ്പോഴും ചൊല്ലാൻ വേണ്ടി റബ്ബ് നിശ്ചയിച്ചു കൊടുത്ത വാക്കാണെന്ത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അപ്പോൾ ആലോചിച്ച് നോക്കി, എത്രമാത്രം റബ്ബിന് ഇഷ്ടമുള്ള വാക്കായിരിക്കും. എപ്പോഴും ഇടതടവില്ലാതെ ക്ഷീണിക്കാതെ എപ്പോഴും റബ്ബിനെ ദിക്ർ ചെയ്തുകൊണ്ടേയിരിക്കുന്ന മലക്കുകൾക്ക് റബ്ബ് നിശ്ചയിച്ചു കൊടുക്കുന്ന വാക്ക് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ള വാക്കാണ്. അതത്രയും റബ്ബിന് ഇഷ്ടമുള്ള വാക്കാണെന്നർത്ഥം. അതുപോലെ തന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി രാവിലെ 100 പ്രാവശ്യം, അതുപോലെ തന്നെ വൈകുന്നേരം, രാവിലെ എന്നും ചില റിവായത്തുകൾ വൈകുന്നേരമുണ്ട്. അങ്ങനെ ഒരാൾ 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹി വബിഹംദിഹി ചൊല്ലിക്കഴിഞ്ഞാൽ അവൻ്റെ തിന്മകൾ കടലിലെ നുരകളുടെ അത്രയും ഉണ്ടെങ്കിൽ പോലും, കടലിലെ നുര എന്ന് പറയുമ്പോൾ നമ്മൾ കാണുമല്ലോ, തിരമാലയൊക്കെ വന്നടിക്കുമ്പോൾ ഓരോ തിരമാലയിൽ ഒരുപാട് കുമിളുകൾ കാണും, ബബിൾസ് കാണും. അത്രത്തോളം തിന്മകൾ ഉണ്ടെങ്കിൽ പോലും ഒരു ദിവസം സുബ്ഹാനല്ലാഹി വബിഹംദിഹി 100 തവണ പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊറുപ്പിക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാം. അതുപോലെ ധാരാളം ഹദീസുകൾ. ഒരു ഹദീസിൽ കാണാം, ഒരാൾ, വളരെ ശ്രദ്ധിക്കണം, നമ്മൾക്ക് മനസ്സിന് സന്തോഷം തരുന്നൊരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാണെന്ത്, ഒരാൾക്ക് രാത്രി നിസ്കാരം വളരെ പ്രയാസകരമാണ്. പക്ഷെ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്, ഒരുപാട് ശരീരം ടയേർഡാണ്, അല്ലെങ്കിൽ വയസ്സായി, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് രാത്രി നിസ്കാരം വളരെ ബുദ്ധിമുട്ടാവുകയാണ്. അതുപോലെ തന്നെ സമ്പത്ത് വളരെ കുറച്ചേ ഉള്ളൂ, അത് ഒരുപാട് സ്വതക്കൊന്നും കൊടുക്കാനും പറ്റുന്നില്ല. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയാണ്. ഇതൊന്നും നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യട്ടെ? ഫൽയുക്സിർ അൻ യഖൂല സുബ്ഹാനല്ലാഹി വബിഹംദിഹി, അവൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയുന്നത് അധികരിപ്പിച്ചു കൊള്ളട്ടെ. എന്താ കാരണം? വിശ്വാസം പഠിപ്പിച്ചു തരാണ്. അള്ളാഹുവിന് ഈ വാക്ക് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ള വാക്ക് നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സ്വർണവും വെള്ളിയും ചെലവഴിക്കുന്നതിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാം. സുബ്ഹാനല്ലാഹ്, അത്രമാത്രം നല്ലൊരു വാക്കുകളാണ്.
എന്തൊക്കെ ഒരുപാട് ഇബാദത്തുകൾക്ക് പകരമാവുന്ന വാക്കാണ്, എന്നാൽ വളരെ എളുപ്പവുമുള്ള വാക്ക്. അതുപോലെ ഓരോ തവണ ഒരു മനുഷ്യൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറയുമ്പോൾ അവനു വേണ്ടി സ്വർഗത്തിലൊരു ഈത്തപ്പന നടപ്പെടുന്നുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പ്രാധാന്യമുള്ള ഒരുപാട് പ്രത്യേകതകളുള്ള ഈ ദിക്ർ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കരുത് എന്ന് പറഞ്ഞിട്ട് തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും കാര്യങ്ങൾ ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാനും ജീവിതത്തിൽ അതിനനുസരിച്ച് നല്ല നല്ല മാറ്റങ്ങൾ വരുത്തുവാനും നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ.